നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ജഗ്ഗി വാസുദേവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിനകത്ത് പറയുന്നത് സ്വന്തം മക്കളെ വിവാഹം ചെയ്യിപ്പിച്ച് അയച്ച് മറ്റുള്ളവരെ ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യത്തോടു കൂടിയുള്ള ഒരു വാർത്തയാണ് പലപ്പോഴും നമ്മളിപ്പോൾ കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വല്ലാതെ എഴുതി വെക്കുന്നുമുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് ജഗ്ഗി വാസുദേവനോട് കോടതിയാണ്. യുവതികളെ എങ്ങനെ ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് സദ്ഗുരു ജഗ്ഗി വാസുവിനോട് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയച്ച ശേഷം മറ്റു യുവതികളെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിമാരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കോടതിയുടെ ചോദ്യം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ആരാണ് ഈ സദ്ഗുരു? സദ്ഗുരു എന്ന് അറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവ് ഒരു ഇന്ത്യൻ യോഗിയാണ്. അറിയാമല്ലോ, എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകുന്ന ഒരാളാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഇഷ ഫൗണ്ടേഷൻ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഘടന ഇപ്പോൾ ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഇംഗ്ലണ്ട്, ലബനൻ, സിംഗപ്പൂർ, കാനഡ, മലേഷ്യ, കൂടാതെ ഉഗാണ്ട, ഓസ്ട്രേലിയ, ഇങ്ങനെ ലോകമെമ്പാടും യോഗ പ്രോഗ്രാമുകളൊക്കെ നടത്തി മുൻപോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഒപ്പം സമൂഹമന്മയ്ക്കും ഉന്നമനത്തിനുമൊക്കെ ഉതകുന്ന തരത്തിൽ ധാരാളം പരിപാടികളിൽ സംഘടന ഭാഗവാക്കാക്കുന്നുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ഇതിനകത്ത് നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് പലർക്കും ധാരണയില്ല എന്നുള്ളതാണ്. അതിനാൽ ഇതിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാമ്പത്തിക സാമൂഹ്യ കൗൺസിൽ പ്രത്യേക ഉപദേഷ്ടാവ് എന്ന സ്ഥാനം വരെ ഇദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജഗ്ഗി വാസുദേവൻ. 1983 എനിക്ക് തോന്നുന്നു 7 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആദ്യത്തെ യോഗ ക്ലാസ്, യോഗയിലാണ് അദ്ദേഹം പ്രാവീണ്യം നേടിയിരിക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം യോഗ ക്ലാസ് തുടങ്ങുന്നത് 1983 അത് 7 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അതിനടുത്താണ് പിന്നീട് ഇഷ യോഗ സെൻറ്റർ സ്ഥാപിച്ചത്. ആസനങ്ങൾ, പ്രാണായാമം, ക്രിയ, ധ്യാനം ഇവയൊക്കെ ഉൾപ്പെട്ട ഈ ക്ലാസുകൾ സഹജസ്ഥിതി യോഗ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആത്മീയ അന്വേഷികളുടെ എണ്ണം കൂടിക്കൂടി വന്നപ്പോൾ അവസാനം ഈ ഗുരു ഒരു ആശ്രമം സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നു. 1993 സദ്ഗുരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. കേരളം, കർണാടകം, തമിഴ്നാട്, ഗോവ ഇവിടങ്ങളിലൊക്കെ പോയി പല സ്ഥലങ്ങളും പരിശോധിച്ചിട്ടും ഇദ്ദേഹത്തിന് തൃപ്തി വരാൻ പറ്റുന്നില്ല. കാരണം എവിടെയെങ്കിലും ഒരു ആശ്രമം തുടങ്ങണമല്ലോ. അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരെയായിട്ട് വെള്ളിയാങ്കിരി മലകളുടെ താഴ്വാരത്തിൽ ഏകദേശം 13 ഏക്കർ സ്ഥലം തിരഞ്ഞെടുക്കുന്നു. 1994 ആ സ്ഥലം വാങ്ങി ഈഷ യോഗ സെൻറ്റർ സ്ഥാപിക്കുന്നു. ഈ സദ്ഗുരു സ്ഥാപിച്ച ഈഷ ഫൗണ്ടേഷൻ എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായിട്ടും സന്നദ്ധ സേവകരാൽ പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത മതേതര സ്ഥാപനമാണ് എന്നുള്ള വാദഗതികൾ ഉണ്ട്. കോയമ്പത്തൂരിനടുത്തുള്ള ഇഷ യോഗ സെൻറ്റർ 1992 ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ഥാപിച്ചു തുടങ്ങിയതാണ്. യോഗയിലൂടെ അവബോധമുയർത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരു പരമ്പര തന്നെ ഇവിടെ ഈ ഈഷ സെൻറ്ററിൽ നടത്തുന്നുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിലെ എക്കണോമിക് സോഷ്യൽ കൗൺസിൽ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടൊക്കെ ഈഷ ഫൗണ്ടേഷൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈഷ സെൻറ്റർ മുഖേന ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും യോഗയിലൂടെ പ്രാണായാമത്തിലൂടെയൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനുമൊക്കെ ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ജഗ്ഗി വാസുദേവ്. ഈഷ ഫൗണ്ടേഷനൊക്കെ സ്ഥാപിച്ച് ആ ഫൗണ്ടേഷൻ പല മേഖലകളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഘടനയുടെ യോഗാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ പലപ്പോഴും സ്വാമിമാരായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടനകൾ നിർമ്മിക്കുന്ന പല പ്രവർത്തകരും അങ്ങനെ കാശ് അധികമായിട്ട് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഞാൻ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളോടാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മകളെയൊക്കെ വിവാഹം കഴിപ്പിച്ച ശേഷമാണ് ഈ പറയുന്ന യോഗയും പ്രാണായാമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ച ശേഷം മറ്റ് യുവതികളെ ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ എന്തിനാണ് ഇദ്ദേഹം പ്രേരിപ്പിക്കുന്നത്? ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ആ പെൺകുട്ടികൾ സന്യാസിമാരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കോടതിയുടെ ചോദ്യം. അതായത് ഈ തമിഴ്നാട് കാർഷിക സർവകലാശാല അധ്യാപകനായിരുന്ന എസ് കാമരാജിൻ്റെ പരാതി പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്നതാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ 42, 39 വയസ്സുള്ള 2 മക്കൾ നിലവിൽ അവരിപ്പോൾ കോയമ്പത്തൂരിലെ ഈഷ യോഗ സെൻറ്ററിലാണ് താമസിക്കുന്നത്. അവരെ കാണാനോ ബന്ധപ്പെടാനോ കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാമരാജ് കോടതി മുൻപാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാമരാജിൻ്റെ അഭിപ്രായം, കാമരാജിൻ്റെ ദുഃഖം, പിതാവെന്ന നിലയ്ക്ക് അതീവ ദുഃഖിതനാണ് എന്ന് തന്നെയാണ് കാമരാജ് ഇതിനെക്കുറിച്ച് ബോധിപ്പിച്ചിരിക്കുന്നത്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള കാമരാജിൻ്റെ 2 പെൺമക്കളും ഈ ഈഷ ഫൗണ്ടേഷനിലാണ് കഴിയുന്നത് പോലും. അവരെ മനം മാറ്റിയതിലൂടെയാണ്
പെൺമക്കൾ തന്നെ വിട്ടുപോയത് എന്നാണ് കാമരാജ് കോടതി മുൻപാകെ പരാതിപ്പെട്ടിരിക്കുന്നത്. ജഗ്ഗി വാസുദേവ് സ്വന്തം മകളുടെ കല്യാണം നടത്തുകയും അവരെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിക്കുകയും ചെയ്ത ശേഷം മറ്റുള്ളവരോട് ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്ന സാഹചര്യവും കാമരാജ് കോടതിയോട് ചൂണ്ടിക്കാട്ടുകയാണ്. ഒപ്പം ഫൗണ്ടേഷനെതിരെ നിലനിൽക്കുന്ന ചില ക്രിമിനൽ കേസുകൾ കൂടിയുണ്ട് കേട്ടോ. അതായത് അതിനകത്ത് ക്രിമിനൽ കേസുകളും ലൈംഗിക പീഡന കേസുകളുമൊക്കെ മോശം പെരുമാറ്റവുമൊക്കെ സംബന്ധിച്ച ആരോപണങ്ങളുമൊക്കെ കാമരാജ് കോടതിയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ജഗ്ഗി വാസുദേവിൻ്റെ ഈഷ ഫൗണ്ടേഷനെതിരായിട്ടുള്ള എല്ലാ കേസുകളുടെയും വിശദാംശങ്ങൾ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേസ് പരിഗണിക്കവേ ജസ്റ്റിസുമാരായിട്ടുള്ള SM സുബ്രഹ്മണ്യം, V ശിവജ്ഞാനം എന്നിവരടങ്ങിയ ബെഞ്ച് ഈ ഈഷ ഫൗണ്ടേഷൻ സ്ഥാപകനായിട്ടുള്ള സദ്ഗുരുവിനോട് യുവതികളെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിമാരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ഉന്നയിച്ചതപ്പോഴാണ്. തൻ്റെ പെൺമക്കൾ അല്ലെങ്കിൽ തൻ്റെ പെൺമക്കളെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാമരാജ് അത്തരത്തിലുള്ള ഹർജി നൽകിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ രണ്ട് പെൺമക്കളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈഷ ഫൗണ്ടേഷനിൽ താമസിക്കുന്നത് എന്നും തടങ്കലിലല്ലെന്നും മൊഴി നൽകി. പക്ഷേ ഈ മൊഴി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയത് എന്നും എന്തുകൊണ്ടാണ് ഇവർ ഇതിങ്ങനെ പറയുന്നത് എന്നും കാമരാജ് വീണ്ടും കോടതിയെ ബോധിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജഗ്ഗി വാസുദേവിന്, സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവിന് ഈ സ്ത്രീ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള താല്പര്യമുണ്ട് എങ്കിൽ അത് കോടതി പരിഗണിക്കപ്പെടേണ്ടതാണ്, അന്വേഷണം സർക്കാർ നടത്തേണ്ടതാണ്. അപ്പോൾ കാമരാജ് വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്തായാലും ഏത് സ്വാമി, ഏത് സന്യാസി അല്ലെങ്കിൽ ഏത് സദ്ഗുരു ആണെങ്കിലും കാണിക്കുന്നത് തെമ്മാടിത്തരമാണെങ്കിൽ പിടിച്ചകത്താക്കുക എന്നത് തന്നെയാണ് ഒരു നട്ടലുള്ള സർക്കാർ ചെയ്യേണ്ടത്.